ഹായ്, അപ്പോൾ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മാത്രമല്ല ലൈക്ക് ചെയ്യണം. ഇത് കുറച്ച് സബ്സ്ക്രൈബർ മാത്രമുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഈ ചാനൽ ഒന്ന് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യും. അതായത് ഹൂ നോസ് മീ ബെറ്റർ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് എന്നെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. അപ്പൊ അതിന് തെറ്റായ ആൻസർ പറയുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മുളക് തിന്നണം, അതുപോലെ പുളി, നാരങ്ങ, ഇഞ്ചി, ഇത്രയാണുള്ളത്. അപ്പം ഫസ്റ്റ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ഇഷ്ടപ്പെട്ട നിറം ഏതാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇഷ്ടപ്പെട്ട നിറം അതായത് ബ്ലാക്ക്, ബ്ലൂ. രണ്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ബ്ലൂ. അതിപ്പോ മാറ്റി അത് വരെ ബ്ലൂ ആയില്ലല്ലോ. ഞാൻ ബ്ലാക്കും ബ്ലൂവും പറഞ്ഞിട്ടുണ്ട്. ഇത് ചതിയാ. ഞാൻ ബ്ലാക്കും ബ്ലൂവും പറഞ്ഞിട്ടുണ്ട്. അത് ബ്ലൂ ആണ് ഉറപ്പിച്ച് പറഞ്ഞു. ആദ്യം പറഞ്ഞു ബ്ലാക്ക് ബ്ലൂ, അത് ഒന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞു ബ്ലൂ പറഞ്ഞു. ബ്ലൂ പറഞ്ഞപ്പോൾ ഉത്തരം തെറ്റിപ്പോയി. ഇത് ബ്ലാക്ക് ആണ്. അപ്പം ഒരു ചന്ദ്രന്റെ ഭാഗമായിട്ട് അച്ഛനത് മുളകാവണമെന്ന് ഞാൻ കുറച്ചൊരു കാട്ടിനുള്ളത് മുളക് മുളകാവട്ടെ. മുളക് കിട്ടി. മുളക് തിന്നിയ മുളക് തിന്നിയ മുളക് ഫുള്ള് നല്ല വെച്ചെടുത്ത് പോരെ. മുളക് തിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിച്ചാൽ പോയാ ഫുള്ളായിട്ട് കഴിക്കാന്നാണ്. ശരിയാ, ഉത്തരം പറഞ്ഞതാ. ബ്ലാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് നിങ്ങൾ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക. ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് ആണോ ബ്ലൂ ആണോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്ലൂ ആയിരുന്നു. ഇപ്പൊ എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു മുളക് ശ്രദ്ധിക്കേണ്ടിട്ട് ബ്ലാക്ക് ആയി കാര്യമില്ല. എഴുതി കാണിക്ക്. ആ മാത്രം ആൻസർ കാണിക്ക്. അതന്നെ, അത് ഞാൻ രൂപ പറയാന്നത് മാറ്റിയില്ല. അത് കളകളിയാ. ഞാൻ തിന്നടാ അതിലെ കഷ്ണ കടിക്കൂല. യെസ്, ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റും. പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല. നീ വളരെ കഴിക്കും. അപ്പൊ അടുത്ത എന്റെ ചോദ്യം, ചലഞ്ചിന്റെ ഭാഗമായിട്ട് എന്റെ അടുത്ത ചോദ്യം. ബെറ്റർ ആയിരിക്കും. അടുത്ത ചോദ്യം നീ ചോദിച്ചാൽ ഈ സാധനമൊക്കെ തീർന്നു ഇതായി പോയത്. ഓക്കെ, ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ എനിക്ക് 2 ആൻസർ വേണം. ഓക്കെ, 3 എഴുതിയിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് ഫുഡ് കല്ലുമ്മക്കായ, ഉറപ്പിച്ച ചെമ്മീനും. കല്ലുമ്മക്കായ, ചെമ്മീനും, പിന്നെ ഇതുവരെ നമ്മള് ജീവിതത്തിൽ പറയുമ്പോ എല്ലപ്പം കല്ലുമ്മക്കായ ചെമ്മീനാണ്. ഇപ്പൊ നമ്മള് യൂണിവേഴ്സിറ്റി വേണ്ടിട്ട് എന്താ ചെയ്യുന്ന അറിയില്ല. ചെമ്മീന്, കല്ലുമ്മക്കായ, ഷവർമ്മ. അല്ല, അപ്പൊ പറയാൻ പറഞ്ഞിട്ട് ഷവർമ്മയും കല്ലുമ്മക്കായ ഉണ്ടെങ്കിൽ കല്ലുമ്മക്കായ അങ്ങനെ പറയാം. ഷവർമ്മയും ചിക്കൻ ബിരിയാണിയാണ് അല്ലേ?
അങ്ങനെ എല്ലാപ്പം പറയല്ലേ. ഇപ്പൊ ഷവർമയും ബിരിയാണിയും വെച്ച് കല്ലുമുക്കായ വെച്ച് കഴിഞ്ഞാൽ കല്ലുമുക്കായ സെലക്ട് ചെയ്യും. ഇല്ല എന്തെങ്കിലും ആയിക്കോട്ടെ. എനിക്ക് നല്ലത് പഠിച്ചം തരും. അതുകൊണ്ട് നല്ലത് പുളി തിന്നുകയല്ല. പുളി വലിയ പ്രശ്നമല്ല. പുളി മൊത്തം തിന്നില്ല. ആണെല്ലാരും പുളിക്ക് തിന്നില്ല. പുളി മൊത്തം കാലിലേക്ക് കുത്തിയിട്ടില്ല. പോട്ടെ തുപ്പാവുള്ളത് പോട്ടെ. എന്നോട് അടുത്ത ക്വസ്റ്റ്യൻ. പോട്ടെ കുരിയെടുക്കാൻ പോട്ടെ. കുരിയെടുക്കാൻ പോട്ടെ. നമ്മളെ കുറിച്ച് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. എന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട സിനിമ. ആ സിനിമ ഞാൻ പറയാം. ഫ്രണ്ട്സ്. സമ്മർ ഇൻ ബത്ലഹേം. സോറി മറന്നേ അത് എന്നോട് മറന്നു. എന്റെ സമ്മർ ഇൻ ബത്ലഹേം. അപ്പം സമ്മർ ഇൻ ബത്ലഹേം നല്ല ഫ്രണ്ട്സ് വന്ന സിനിമ. ഇല്ല എന്നോട് മാറിപ്പോയി. എനിക്ക് അതേ സിനിമ അറിയും. സത്യം മാറിപ്പോയ എനിക്ക് അറിയില്ലേ. ജയറാം പിന്നാണല്ലോ മാറിപ്പോയത്. വെളുത്തുള്ളി ഒന്നില്ലേ. ഇതെന്താ ഈ മുളക് തിന്ന് എനിക്ക് എന്നെ ഇല്ല. അതാണ് ഞാൻ മുളക് അങ്ങനെയല്ല. എല്ലാ മുളകും തിന്ന് ഞാൻ മാത്രം തിന്നാ ഇല്ല. മാറ്റി ഒരു താണയ മുളക് രണ്ട് താണയ മുളക് ഞാൻ തന്നെ ആദ്യത്തെ മുളക് തിന്നത് ഇനിയും ഈലിട എല്ലാം പിന്നെന്ത് പിന്നെ ഇനിയും കൊച്ചില്ലേ. അപ്പൊ അത് എല്ലാം മുളക് എനിക്ക് തന്നെ. ഞാനിപ്പോ അടുത്ത വരുന്ന സമയത്ത് എനിക്കും എന്ത് കിട്ടും, ഇഞ്ചി കിട്ടും. അപ്പൊ ഞാൻ കുറച്ച് മാത്രം കഴിച്ചിട്ട് അവർ ചാടിക്കളയും. ഇത് ചലഞ്ച് ആ ചാലഞ്ച് ഞാൻ 2 പ്രാവശ്യം മുളക് കിട്ടും. എന്റെ ഹോബീസ് യാത്ര. അത് ഹോബീസ് ഇല്ല അങ്ങനെയല്ല. ഇപ്പൊ എനിക്കൊരു ഒരു പ്രൊഡക്റ്റീവ് അല്ലാണ്ടിരിക്കുന്ന ഒരു സമയല്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? ചിത്രം വരയ്ക്കും. ഞാനാ ചിത്രം വരയ്ക്കാൻ കൊറോണ സമയത്ത് ഒരുപാട് ചിത്രങ്ങൾ വരച്ച്. അത് കൊറോണ സമയത്ത് പിന്നെ അതുപോലെ എഡിറ്റിംഗ് ഉണ്ട്. ഫോണില് എന്താണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ എന്താണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോ എടുക്കും. ഇതൊക്കെ ഹോബിയാണ്. ഞാനൊന്നുമില്ല ഇത്. ഞാനിതെന്നാ ലൂഡോ ലൂഡോ മാത്രമൊന്നുമല്ല, ഇപ്പം ഹോബികളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഒരു പണിയെടുക്കാതെ ഇങ്ങനെ വെറുതെ ഒരു പ്രൊഡക്റ്റീവ് ആവാതിരിക്കുന്ന സമയത്തിലെ ഞാൻ ചെയ്യുന്നത് ലൂഡോ. ലൂഡോ പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണും. അതല്ലേ ചെയ്യുന്നത്. നാരങ്ങ മൊത്തമായിട്ട് നാരങ്ങ കഷ്ണം നല്ല പുളിയൊക്കെ കുറവായി പുള്ളുവായിലേക്കാവട്ടെ. പോട്ടെ.
അങ്ങനെയല്ല, ഞാൻ മുളക് ഇങ്ങനെ തിന്നെ. ചടിയ. ഓക്കെ, നാരങ്ങ തിന്നു. നമ്മള് രണ്ടും ഞാൻ ശരിയായി പറഞ്ഞു കൂടി തിന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പൊ ആ പാട്ട് ഏതാണെന്ന് പറയുന്നത് തെറ്റിപ്പോയി. ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന പാട്ടായിരുന്നു. ഞാൻ പാട്ടിനെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചലഞ്ച് വരുന്ന എനിക്കറിയായിരുന്നു. ആ ചലഞ്ചിന് വേണ്ടിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത പാട്ട് ഇതല്ലേ. ഉത്തരെല്ലാം മാറ്റി ഒന്നും കൂടെ വാർക്കെടുക്കാം. അടുത്തത് ഇത് ഇല്ലിടും. പിന്നെ എന്താണ് മുളക് തിന്നു. മുളക് പിന്നെ ഇല്ല, 2 മുളകേ ഉള്ളൂ. ഇത് പിന്നെ എഴുതിയിട്ടതാ. മുളകൊന്നും ഇല്ല. ഇഞ്ചി ഇല്ലേ, ഇഞ്ചി ഫുള്ളായി കളതാനോ ഫുള്ളായിട്ട് ഞാൻ തിന്നു. ഞാൻ തിന്നു. അതാ പറഞ്ഞത്. കുറച്ച് ഞാൻ ചെയ്യുമ്പോ പൊടി മൊത്തമായിട്ട് തിന്നണം, നാരങ്ങ ഫുള്ളായിട്ട് തിന്നണം, മുളക് കഷ്ണം ഇഞ്ചിയൊക്കെ പകുതിയെ തിന്നുന്നില്ല. അപ്പൊ നമുക്ക് ആൻസറും അങ്ങനെ പറഞ്ഞാൽ ആദ്യം. അപ്പൊ നമ്മുടെ ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കാം. ഇല്ല, ഇതെല്ലാം ഇങ്ങോട്ട് മടക്കി എന്നിട്ട് പിന്നും നിങ്ങൾ മാത്രം മുളക് തിന്നാണ്ട് അങ്ങനെ രക്ഷപ്പെടുക. ഉത്തരെല്ലാം മാറ്റി എഴുതിട്ടോ. ഞാൻ ചോദിക്കട്ടെ. മൈ ഫേവറേറ്റ് മൂവിയാണ് ഒരു ഹിന്ദി സിനിമയാണ്, ഒരു തമിഴ് സിനിമയാണ്. കാതൽ കൊണ്ടേ സില്ലിനൊരു കാതൽ, അതാണ് സിനിമ. അത് മാത്രമല്ല, ഒന്നും പറഞ്ഞു 2 സിനിമ. സില്ലിനൊരു കാതലാണ് പ്രധാനമായിട്ട് ഉള്ളത്. പിന്നെ ഒരു തമിഴ് സിനിമ സില്ലിനൊരു കാതൽ പറഞ്ഞല്ലോ. പറഞ്ഞില്ല, ഒന്നേ കണ്ടില്ല. ബ്ലാക്കും ബ്ലൂ പറഞ്ഞപ്പോ അല്ല, 2 എഴുതി. ഞാൻ 1 എഴുതിയിട്ടുള്ളൂ. ഓക്കെ, 2 എഴുതി, ഞാൻ 1 പറഞ്ഞു. അടുത്ത ചോദ്യം ഉത്തരം പറയൂ. എനിക്കിഷ്ടപ്പെട്ട നാട്ടിലാണ്, എനിക്കിഷ്ടപ്പെട്ട യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഞാൻ പറയാം, ഊട്ടി. അത് ഉത്തരം ശരിയായിരിക്കാം. ഉത്തരം ശരി. ഊട്ടിയാണ്. ഞാൻ ചോദിക്കാം. മൈ ഫേവറേറ്റ് ഡ്രസ്. എങ്ങനത്തെ ടൈപ്പ് ഡ്രസ് ആണ് ഇഷ്ടം? പലാസ മോഡൽ ഡ്രസ്സാണ് ഇഷ്ടം. പലാസ മോഡൽ, ആ മോഡലാണ് ഇഷ്ടം. കറക്റ്റ് പറ. പലാസ മോഡൽ ഉദ്ദേശിച്ചത് ലൂസായിട്ടുള്ള ഡ്രസ്. എനിക്കിഷ്ടപ്പെട്ട വാഹനം ഏത്? കാറാണോ ബൈക്ക്? കാർ. ലംബോർഗിനി. തെറ്റിക്കാണ്. ഇപ്പൊ അടുത്ത സിനിമ കണ്ടില്ല, മാർക്കോ സിനിമയിൽ അപ്പോ തെറ്റിരിക്കാണ്. എന്താ ലംബോർഗിനി എന്താ മുളക് തിന്നാന്നുള്ളതല്ല എനിക്ക് കിട്ടുന്നത്.
വളരെ ഞാൻ തിന്നു. അടുത്ത ചോദ്യം. ഒന്ന് ഞാൻ ചോദിക്കണ്ടേ? ഞാനിപ്പോ ഏത് സമയം പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഏതാ? ചീര 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 ചീരയില്ല പാട്ടേതാ? പാട് ബംഗാളിന്റെ പാട്ടില്ലേ പാട് പാട് അതിന്റെ പാട്ടിന്റെ പാടിയല്ലേ ഇന്ദമണി ദുന്തമണി അതല്ലേ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ എന്ത് ഈസി ക്വസ്റ്റ്യന്. എനിക്ക് ഇഷ്ടപ്പെട്ട നാട്ടനെ സിനിമാ മമ്മൂട്ടി സുരേഷ് ഗോപിയുള്ള നടന്മാരുണ്ട്. അപ്പൊ ആ നാട്ടനില് ഒരു നടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്താണോ? ഓ ഇപ്പോ അദ്ദേഹം ഉണ്ട് സിനിമയിൽ പലപ്പോഴും സിനിമയില്ല, എന്നാലും ഇടക്കാലം സിനിമയിലൊക്കെ വന്ന് പോകാനുള്ള നടനാണ് ദിലീപ്. ദിലീപ് ശരിയാണ്. ദിലീപ് അത് കണ്ടുപിടിച്ചാൽ കാരണം ഞാനിങ്ങനെ വെക്കുമ്പോ എന്റെ ക്വസ്റ്റ്യൻ എങ്കിൽ ഇപ്പൊ എന്റെ ഡ്രീം ഡ്രീം എന്ന് പറയുന്നത് യാത്ര ഒരു മൂന്നെണ്ണം പറഞ്ഞു. ഒന്ന് മണാലി. അത് യാത്ര പോകണം, അതില് ഇൻക്ലൂഡ് വലിയ ആഗ്രഹം അല്ലേ? ഒരു ബിസിനസ് തുടങ്ങുന്ന ആഗ്രഹമുണ്ട്, ഒരു യാത്ര പോകണം ആഗ്രഹമുണ്ട്. രണ്ടാഗ്രഹങ്ങളായില്ലേ? വേറൊരു ആഗ്രഹം കൂടി ഉണ്ട് നമ്മൾ പറയുന്നത്. അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സാധനം എല്ലാം പറഞ്ഞത്. മറ്റേത് പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം, മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുന്നത് ഇഷ്ടമല്ല. സ്വന്തമായിട്ട് അല്ല, പരദൂഷണം പറയുന്നത് ഇഷ്ടമല്ല. തന്റെ എന്താണ് എന്താ പറയാ എന്റെ പിന്നെ എന്താണ് ഒരാളോട് എന്താണ് പറയാൻ പറ്റാത്തത് അങ്ങനെ പറയും. ബോഡി ഷെയ്മിങ് തീരെ ഇഷ്ടമല്ലാത്ത സാധനം. ഞാൻ ഇത്രയൊക്കെ ഏകദേശം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആകെ എടുത്തിട്ടുള്ള ചലഞ്ചിലായിട്ട് ഒരു ചെറുനാരങ്ങ, അതുപോലെ തന്നെ എന്തായിരുന്നു പുളിയും. ആ പുളി ഞാൻ മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ട്. ചെറുനാരങ്ങന്റെ ഏകദേശം കഴിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ മുളക് കഴിക്കുന്നത് ഓക്കെ. ജയിച്ചിരിക്കുന്നത് ഞാനാണ്. അപ്പൊ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആര് ജയിച്ചിട്ടുണ്ടാണെന്ന്. അപ്പൊ ഞാൻ തന്നെ ജയിച്ചെന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, കാണുന്ന ആളുകളൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കാണുമ്പോൾ അത് കുറച്ച് ആളുകൾ ഏകദേശം ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ച്, ഞങ്ങളത് വിജയിപ്പിച്ച്, ഞങ്ങളൊന്ന് ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഹൂ നോസ് മീ ബെറ്റർ കഴിഞ്ഞു. നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. ഒരു മുളക് നിന്നുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം.